إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടൊന്നുപോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഫാസിസം വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിഷം പുരട്ടുമ്പോൾ അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയത്. നമുക്കറിയാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ മോചന ദ്രവ്യത്തിനു വേണ്ടി മതവും പാർട്ടിയും നോക്കാതെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ചതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ദർശിച്ചത്. ഈ ഒരു ഐക്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ശത്രു നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിനിടയ്ക്കും ക്ഷീരമുള്ളവർ അകടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നതുപോലെ
ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിലും ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ അടിക്കാനും എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചവരും അതിനുവേണ്ടി ഓടി നടന്നവരുമുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെയും സൗദി ഭരണകൂടത്തെയും താറടിച്ച് കാണിക്കാനും കുറച്ച് കാണിക്കാനും വിമർശിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ ചില തൽപര കക്ഷികൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഏത് വിഷയത്തിൻ്റെ പേരിൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാം വിമർശിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർന്ന ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ. ഈ ഒരു വിഷയത്തിലും ഇസ്ലാമിൻ്റെ നീതിയും സൗന്ദര്യവും കൂടുതൽ കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാദ വിഷയങ്ങൾക്ക് വഴിവെച്ച വിഷയത്തിൽ ഇസ്ലാമിക ഭരണകൂടം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് വാസ്തവമാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും ഇസ്ലാം അനുവദിച്ച കാര്യവുമാണ്. കുറ്റം ചെയ്ത ആളുകൾക്ക് തൗബ ചെയ്യാനും ജീവിതം കൂടുതൽ നന്നാക്കാനും ഉപകരിക്കും എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും അവരുടെ സുരക്ഷിതത്വത്തിനും ഭീഷണിയായി തീരുന്ന തെറ്റുകുറ്റങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മതം നോക്കിക്കാണുന്നത്. ഇത്തരം തെറ്റുകൾക്ക് മാപ്പിരക്കലും പശ്ചാത്താപവും പരിഹാരമല്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പിന്നീടുണ്ടാകുന്ന കുറ്റബോധം സ്വീകരിച്ച് അള്ളാഹു അവന് മാപ്പ് നൽകിയേക്കാമെങ്കിലും ഈ കുറ്റകൃത്യങ്ങളുടെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് ചില ശിക്ഷാ നടപടികൾ മതം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് സത്യം. ശിക്ഷ ഏൽപ്പിക്കുക എന്നതിലുപരി കുറ്റവാസനയുള്ളവർക്ക് ശിക്ഷണം നൽകുക എന്നതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷയുടെ രീതിശാസ്ത്രം. സഹോദരങ്ങളെ, ശിക്ഷ നൽകുക എന്നതിലുപരി കുറ്റവാസനയുള്ള ആളുകൾക്ക് ശിക്ഷണം നൽകുക എന്നതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷാരീതിയുടെ അർത്ഥശാസ്ത്രം. മനസ്സ് സംസ്കരിക്കാൻ ആവശ്യമായ ശിക്ഷണത്തിലൂടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാനാണ് ശരീഅത്ത് മനുഷ്യരെ പഠിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. കുറ്റവാളിക്ക് ജീവിക്കാൻ തന്നെ അർഹതയില്ലാത്ത ചില രംഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ശിക്ഷ അത് ശിക്ഷണത്തിൻ്റെ രൂപത്തിലായാൽ ഒരിക്കലും അത് ഫലപ്രദമാവുകയില്ല. ഇത്തരം കുറ്റവാളികളെ ഉന്മൂലനം ചെയ്യുന്നത് സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് ലഭിക്കേണ്ട നീതി ഉറപ്പുവരുത്തുവാൻ ആവശ്യവുമാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനം, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ അയ്യുഖത്തലു അയ്യുസല്ലബു ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ യുൻഫഉ മിനൽ അർദ്. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും എതിരെ പോരാടുകയും വയസ്ഔന ഫിൽ അർളി ഫസാദ,
അങ്ങനെ ഭൂമിയിൽ അവർ കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാകട്ടെ. അയ്യുക്കത്തലു, ഒന്നുകിൽ അവരെ കൊല്ലപ്പെടുകയോ, അയ്യുസല്ലബു, അല്ലെങ്കിൽ അവർ ക്രൂശിക്കപ്പെടുകയോ, ഔ തുഖത്ത ഐദീഹും വഅർജുലുഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ അവർ എതിർ ദിശയിൽ അവരുടെ കൈകളും കാലുകളും മുറിക്കപ്പെടുകയോ ഛേദിക്കുകയോ ചെയ്തു കൊള്ളുക. യുൻഫൗ മിനൽ അർള്, അല്ലെങ്കിൽ അവരെ നാട് കടത്തുകയും ചെയ്തു കൊള്ളുക. ഖുർആനിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിനും റസൂലിനും എതിരെ പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് റസൂലിനോട് പോരാടുക, അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അവരെ കൊന്നൊടുക്കുക, ക്രൂശിക്കുക, നാട് കടത്തുക, അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിച്ചു കളയുകയും ചെയ്യുക എന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. സ്വത്തിന്റെയും ജീവന്റെയും സംരക്ഷണം, പവിത്രമായ സദാചാര ബോധം എന്നിവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ശിക്ഷകളല്ല, മറിച്ച് നീതിയുടെ സംസ്ഥാപനം മാത്രമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശിക്ഷാനിയമങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ വളരെ അർത്ഥവത്താകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. വിശുദ്ധ ഖുർആൻ 2-ാം സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രനും സ്വതന്ത്രനും, അടിമയ്ക്ക് അടിമയും, സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയ്ക്ക്. എന്നാൽ ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്ത് കിട്ടുന്ന പക്ഷം അപ്പോൾ മര്യാദയെ പിൻപറ്റലും നല്ല നിലയിൽ അവന് കൊടുത്തു വീട്ടലുമാണ് വേണ്ടത്. അത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ഇളവാകുന്നു, അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നു. ഇനി അതിനുശേഷം ആരെങ്കിലും അതിര് വിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. സൂറത്തുൽ ബഖറ 178-ാമത്തെ വചനമാണ്. കൊലയ്ക്ക് കൊല, അതാണ് ഇസ്ലാം നൽകുന്ന ശിക്ഷ. വേണമെങ്കിൽ അവർക്ക് മാപ്പ് നൽകി, കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ മാപ്പ് നൽകാം, അത് അവരുടെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ശിക്ഷാ നിയമങ്ങളുടെ അന്തസത്ത വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഈ വചനം വരച്ചു കാണിക്കുന്നു. നിശ്ചിത ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള അവകാശം ഭരണാധികാരികൾക്കില്ല, ന്യായാധിപന്മാർക്ക് ഇസ്ലാം വകവെച്ചു നൽകിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ കൊലയാളിക്ക് മാപ്പ് നൽകാനുള്ള അവകാശം ഇസ്ലാം വകവെച്ചു നൽകുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് മാത്രമാണ്. ഇസ്ലാമിക ഭരണകൂടത്തിനോ ന്യായാധിപന്മാർക്കോ ഭരണാധികാരികൾക്കോ പോലും ഒരിക്കലും ആ ശിക്ഷയിൽ ഇളവ് നൽകാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് മാത്രമാണ് അതിനുള്ള അവകാശം ഇസ്ലാം വകവെച്ചു നൽകുന്നത്. കൊലപാതകത്തിന്റെ ശിക്ഷ വിവരിക്കുമ്പോൾ തന്നെ മനുഷ്യ ജീവന്റെ വിലയും അന്യായമായി ഒരു മനുഷ്യനെ വധിച്ചാലുള്ള പരലോകത്തെ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുമൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഖുർആനിന്റെ വാക്യം നോക്കൂ. ആരെങ്കിലും ഒരു മനുഷ്യനെ ദുനിയാവിൽ ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ലോകത്തിലുള്ള സർവ്വ ആളുകളെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ്. ഒരാളുടെ ജീവന്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് ഖുർആൻ നൽകുന്ന, വിശുദ്ധ ഇസ്ലാം നൽകുന്ന മഹത്വം നമ്മൾ ആലോചിക്കുക. ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിക്കുക തുല്യമാണ്. ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നതോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ സൂറത്ത് നിസായിലെ 93-ാമത്തെ വചനം,
ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا أليما. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ കൽപ്പിച്ചു കൂട്ടി കൊലപ്പെടുത്തുന്ന പക്ഷം ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം, അവന്റെ സങ്കേതം ജഹന്നം നരകമാകുന്നു. ഖാലിദൻ ഫീഹാ, അവർ ശാശ്വതവാസികളായിരിക്കും. വഅളിബല്ലാഹു അലൈഹി, അല്ലാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു. വലഅനഹു, അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദ ലഹു അദാബൻ അലീമാ, അവന് വമ്പിച്ച ശിക്ഷ അല്ലാഹു ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായ സൂറത്ത് നിസായിലെ 93-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, കൊന്നവന്റെ കാര്യം ശരി തന്നെ, എന്നാൽ കൊല്ലപ്പെട്ടവന്റെ കാര്യം എങ്ങനെയാണ്? അവൻ നരകത്തിന് പോവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ കൂട്ടുകാരനെ കൊല്ലാൻ അവനും ആഗ്രഹിച്ചിരുന്നു. പരസ്പരം അവർ ആഗ്രഹിച്ചിരുന്നത് പരസ്പരം കൊലപ്പെടുത്താനാണ്. അതുകൊണ്ട് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റം അത് കൊലപാതകത്തിൻ്റെതാണ് എന്ന് റസൂലുള്ളാഹി. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ആദ്യമായി വിധി കൽപ്പിക്കുന്നത്, ആദ്യമായി അല്ലാഹു വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റം അത് കൊലപാതകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തന്റെ ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും മനുഷ്യന്റെ അഭിമാനത്തിലുള്ള, അവന്റെ ജീവനുള്ള, അവന്റെ സമ്പത്തിലുള്ള മഹത്വത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഊന്നി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ഈ മാസത്തില്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തില്, ആ ദുൽഹിജ്ജ, അതുപോലെ മക്ക, പരിശുദ്ധമായ മക്ക പട്ടണത്തിന്, ആ പ്രദേശത്തിന്, അതുപോലെ ദുൽഹിജ്ജ 9, ആ ഒരു ദിവസം എത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതും പാവനത്വമുള്ളതുമാണോ അത്രത്തോളം ഒരു മനുഷ്യന്റെ സമ്പത്തിനും അവന്റെ ജീവനും അവന്റെ അഭിമാനത്തിനും മഹത്വമുണ്ട്. അത് മറ്റുള്ള ആളുകളുടെ മേൽ ഹറാമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും സൂചിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ പോലും പവിത്രമായി കാണുന്ന ഇസ്ലാം അവന്റെ ശരീരത്തിന് എത്രമാത്രം വില കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും താക്കീത് നൽകിയിട്ടും ഒരാൾ കൊലപാതകം നടത്തിയാലോ അവരെ എന്ത് ചെയ്യണം? ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ അത് കാടമാണ്, അത് കാടത്തമാണ് എന്ന് പറയുന്ന ആളുകൾ അവർ ഈ വിഷയം പഠിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. ഇസ്ലാമിന്റെ ശിക്ഷാ സമ്പ്രദായം അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ 100% ഇസ്ലാം സ്വീകരിക്കുക, യാതൊരു സംശയം വേണ്ട. ഈ വിഷയത്തിലുള്ള ഇസ്ലാമികമായ വശങ്ങൾ പഠിക്കേണ്ട ആവശ്യം മാത്രമേയുള്ളൂ. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായ സൂറത്ത് യൂനുസിലെ 108-ാമത്തെ വചനം, ഖുൽ യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ഇഖ്തദാ ഫഇന്നമാ യഖ്തദീ ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വമാ അന അലൈക്കും ബിവകീൽ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, പ്രവാചകരെ പറയൂ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫമൻ ഇഖ്തദാ ഫഇന്നമാ യഖ്തദീ ലിനഫ്സി, ആകയാൽ ആര് നേർമാർഗം പ്രാപിച്ചുവോ അവൻ തന്റെ സ്വന്തത്തിന് വേണ്ടി മാത്രമാണ് നേർമാർഗം പ്രാപിക്കുന്നത്. വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ, ആരെങ്കിലും വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരിൽ മാത്രമാണ് വഴിപിഴക്കുന്നതും. വമാ അന അലൈക്കും ബിവകീൽ, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറയൂ നബിയെ. അതെ, ഒരാൾ പിഴച്ചാൽ അയാൾക്ക് പോയി, ഒരാൾ നേർമാർഗത്തിൽ ഹിദായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് തന്നെയാണ് നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ അറബികൾ പറയുമായിരുന്നു, അദ്ദമു ലാ യുസ്ലു ഇല്ലാ ബിദ്ദമി,
രക്തം കൊണ്ട് മാത്രമേ കഴുകാൻ സാധിക്കുകയുള്ളൂ. രക്തം കൊണ്ട് മാത്രമേ കഴുകാൻ കഴിയുകയുള്ളൂ എന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പറയുമായിരുന്നു. ഒരു അഹ്റാബിയോട് ചോദിക്കപ്പെട്ടു, നിങ്ങളെ ദ്രോഹിച്ചവരെ ഉപദ്രവിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? ആ മനുഷ്യന്റെ മറുപടി, തിരിച്ച് പ്രതികാരം ചെയ്ത് നരകത്തിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അറബിയായ ഒരു അഹ്റാബിയോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാ, നിങ്ങളെ ദ്രോഹിച്ചവരെ ഉപദ്രവിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? നിങ്ങൾക്ക് സന്തോഷമില്ലേ? ആ മനുഷ്യന്റെ മറുപടി, എനിക്ക് തിരിച്ച് ആ മനുഷ്യനോട് പ്രതികാരം ചെയ്ത് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എനിക്ക് സന്തോഷമെന്ന്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം പ്രായോഗികമായ നിയമം അവതരിപ്പിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ ദിനേന നാം കൊലപാതകത്തിന്റെ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നു, വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറ്റവാളി അർഹിക്കപ്പെട്ട ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുമ്പോ കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളുടെ കണ്ണുനീരുകൾ എത്രയോ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാമിക ശിക്ഷാ നിയമം പ്രസക്തമായി തീരുന്നത്, ഇസ്ലാമിക ശിക്ഷാ നിയമം മികച്ചതായി നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, 3 രൂപത്തിലാണ് കൊലപാതകം നടക്കുക. 1, അറിയാതെ സംഭവിക്കുക. 2, മനഃപൂർവമല്ല അതിനോട് സാദൃശ്യമുള്ളത്. 3-മത്തേത് മനഃപൂർവ്വം കൊല നടത്തുക. 3 തരത്തിലാണ് കൊലപാതകം. 1, അറിയാതെ സംഭവിക്കുക. അഥവാ ഉദാഹരണത്തിന് ഒരാള് വേട്ടമൃഗത്തെ വെടിവെക്കുന്നു, അബദ്ധത്തിൽ അത് മറ്റൊരു വ്യക്തിയിലേക്ക് പതിക്കുന്നു, അറിയാതെ സംഭവിക്കുന്ന കൊലപാതകം. 2, മനഃപൂർവമല്ല അതിനോടടുത്ത് സാദൃശ്യമുള്ളത്. കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അദ്ദേഹം അടിച്ചത്, അല്ലെങ്കിൽ സാധാരണ കൊലക്ക് ഉപയോഗിക്കാത്ത വസ്തുക്കൾ മുഖേന മരണപ്പെടുക. അഥവാ ഒരു മനുഷ്യനെ ഒരു വടി കൊണ്ടടിച്ചു, അദ്ദേഹത്തെ അടിക്കണമെന്ന് മാത്രമേ മനസ്സിന് വിചാരണ, കൊല്ലണമെന്ന് വിചാരണമില്ല. പക്ഷേ ആ അടിയിൽ ആ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചുപോയി, മരണപ്പെട്ടു. മനഃപൂർവമല്ല എങ്കിൽ അതിനോട് സാദൃശ്യമുള്ള കൊലയാണ് അത്. ഇത്തരം സാഹചര്യത്തിൽ കുറ്റവാളി കഫാറത്തും ദിയയും നൽകണം, അഥവാ ഫിദിയയും നൽകണം, നഷ്ടപരിഹാരവും നൽകണം. 4-ാമത്തെ സൂറത്ത് നിസായിലെ 92-ാമത്തെ വചനത്തിൽ നമുക്ക് വിശദമായി കാണാം. നമ്മൾ വായിക്കണം, പഠിക്കണം. ഒരു സത്യവിശ്വാസിക്കും തന്നെ അബദ്ധമായിട്ടല്ലാതെ ഒരു സത്യവിശ്വാസിയെ കൊലപ്പെടുത്തുക ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും ഒരു സത്യവിശ്വാസി അബദ്ധമായി കൊലപ്പെടുത്തിയാലാകട്ടെ, അപ്പോൾ ഒരു സത്യവിശ്വാസിയായ അടിമയെ സ്വതന്ത്രമാക്കലും അവൻ്റെ കൊല്ലപ്പെട്ടവൻ്റെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഒരു തെണ്ടം അഥവാ ഒരു ദിയ, ഒരു നഷ്ടപരിഹാരവുമാകുന്നു വേണ്ടത്. അവർ വിട്ടുകൊടുത്ത് സൗജന്യമാക്കുന്നതായാൽ ഒഴികെ. ഇനി കൊല്ലപ്പെട്ട അവൻ നിങ്ങളുടെ ശത്രുവായ ഒരു ജനതയിൽപ്പെട്ടവനാണ്, അവനാകട്ടെ സത്യവിശ്വാസിയുമാണ് എങ്കിൽ അപ്പോൾ സത്യവിശ്വാസിയുടെ അടിമയെ സ്വതന്ത്രമാക്കലാണ് വേണ്ടത്. അവൻ തങ്ങൾക്കുമിടയിൽ വല്ല ഉടമ്പടിയുമുള്ളതായ ഒരു ജനതയിൽപ്പെട്ടവനാണെങ്കിലാകട്ടെ, അപ്പോൾ അവൻ്റെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഒരു തെണ്ടവും ഒരു ദിയ, ഒരു നഷ്ടപരിഹാരവും ഒരു സത്യവിശ്വാസി അടിമയെ സ്വതന്ത്രമാക്കലുമാണ് വേണ്ടത്. ഇനി വല്ലവർക്കും അത് സാധിച്ചു കിട്ടിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസത്തെ നോമ്പാകുന്നു എടുക്കേണ്ടത്. അതെ, അള്ളാഹുവിങ്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പശ്ചാത്താപമായിട്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു. എത്ര കൃത്യമാണ്! ആലോചിച്ചു നോക്കൂ, ഈ ആയത്ത് വിശദീകരിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചുവല്ലോ, ഇന്നല്ലാഹ വലാ അൻ ഉമ്മത്തി അൽ ഖതഉ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി. അല്ലാഹു എൻ്റെ ഉമ്മത്തിന് അബദ്ധത്തിലും അതുപോലെ മറവിയിലും നിർബന്ധിച്ച് ചെയ്ത കാര്യങ്ങളിലും അല്ലാഹു പൊറുത്തു കൊടുത്തിരിക്കുന്നു. എൻ്റെ ഉമ്മത്തിന് അബദ്ധം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, മറവി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ള ആളുകളുടെ നിർബന്ധിതാവസ്ഥയ്ക്ക് ആ രൂപത്തിൽ ചെയ്യപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവം നമുക്ക് കാണാം. ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട 2 സ്ത്രീകൾ, 2 പേര് തമ്മിൽ വഴക്കുണ്ടായി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞ സ്ത്രീ
ആ സ്ത്രീയും ആ സ്ത്രീയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശു അടക്കം മരണപ്പെട്ടു. ഈ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിന്റെ ദിയ ഒരു അടിമയെ മോചിപ്പിക്കാൻ, അതുപോലെ സ്ത്രീയുടെ ഒരടിമയെ നൽകാനും, അതുപോലെ സ്ത്രീയുടെ ദിയ അവരുടെ കുടുംബാംഗങ്ങളോട് നൽകാനും കൽപ്പിച്ചതായി ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളുടെ മൂന്നാമത്തെ കൊല മനഃപൂർവ്വം വധിക്കുക. ഈ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം വധിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 3 രൂപത്തിലുള്ള ശിക്ഷയാണ് ഇസ്ലാം നൽകുന്നത്. 1 വധശിക്ഷ, 2 മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക, 3-മത്തതോ ബന്ധുക്കൾക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാം. ഇവിടെയാണ് ഇസ്ലാമിന്റെ മാനവികത മികച്ചു നിൽക്കുന്നത്. ഇത് തീരുമാനിക്കാനുള്ള അവകാശം വേദന അനുഭവിക്കുന്ന കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തം. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 33-ാമത്തെ വചനം, വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. അല്ലാഹു കൊല നിഷിദ്ധമാക്കിയ അഥവാ അല്ലാഹു പരിപാവനമാക്കിയ ദേഹത്തെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ കൊല്ലരുത്. ആക്രമിക്കപ്പെട്ടവനായ നിലയിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്ന പക്ഷം അവന്റെ കൈകാര്യക്കാരന് നാം ഒരധികാരം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്നാൽ അവൻ കൊലയിൽ അതിരി കവിഞ്ഞു പോകരുത്. തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവൻ തന്നെയാകുന്നു. ആലോചിച്ചു നോക്കൂ. ന്യായപ്രകാരമല്ലാതെ ഒരാളെയും കൊല്ലാൻ പാടില്ല. ഇനി കൊല്ലപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു അധികാരം കൊടുത്തിരിക്കുന്നു. വേറൊരാൾക്കും അള്ളാഹു അധികാരം കൊടുത്തിട്ടില്ല. അവരുടെ കുടുംബത്തിന് ബന്ധുക്കൾക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. കൊലയിൽ അതിര് കവിഞ്ഞ് പോവുകയും ചെയ്യരുത്. ഇവിടെയും ഇസ്ലാം ക്ഷമയും വിട്ടുവീഴ്ചയ്ക്കുമാണ് പ്രേരിപ്പിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കാം. അവിടെ ഈ ക്ഷമയ്ക്കാണ്, കൊലയ്ക്കല്ല. കൊലയ്ക്ക് പകരം കൊലയ്ക്ക് അവർ മാപ്പ് നൽകിയില്ലെങ്കിലല്ലേ ഉള്ളൂ കൊല. അതിന് ചെയ്യാൻ കഴിയും ക്ഷമിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ കാടത്ത നിയമമാകുമെന്ന് നമ്മൾ ആലോചിക്കുക. മോചനദ്രവ്യമായി വ്യത്യസ്ത പ്രായത്തിലുള്ള 100 ഒട്ടകങ്ങളെയാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. 100 ഒട്ടകങ്ങൾ. അബദ്ധമായിട്ടോ അറിയാതെയോ സംഭവിച്ച കൊലയിൽ ഇതിലധികം വാങ്ങാൻ പാടില്ല എന്ന കണിശതയും ഇസ്ലാം വെച്ചു. എന്നാൽ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ, കൊല നടത്തിയാൽ മോചനദ്രവ്യത്തിൽ നിന്ന് അധികമായി കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് ചോദിക്കാം. അതിനാണ് മുസാലഹ എന്ന് പറയപ്പെടുന്നത്. പ്രതികാര നടപടിയാണ് ഇസ്ലാമിന്റെ നീതി. ആലോചിച്ചു നോക്കൂ. പ്രതികാര നടപടികളിൽ ഇസ്ലാമിന്റെ നീതി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. 1, കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും വധശിക്ഷയിൽ യോജിക്കണം. ഒരാൾ മാപ്പ് കൊടുത്താൽ രക്ഷപ്പെട്ടു. ഒരാളുടെ മാപ്പും പരിഗണിക്കും. ഒരാൾ കൊല ചെയ്യപ്പെട്ട 5 മക്കളുണ്ട്. 5 മക്കൾ മാപ്പ് നൽകണമെന്നില്ല. 5-ൽ ഒരാൾ മാപ്പ് നൽകിയാൽ അയാളെ മോചിപ്പിക്കണമെന്നാണ്. അപ്പൊ ഇസ്ലാമിന്റെ ആ ഒരു നീതി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ മാപ്പ് കൊടുത്താലും ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം? ദിയ കിട്ടും, അഥവാ നഷ്ടപരിഹാരം. മാപ്പ് കൊടുക്കാത്ത മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? ദിയ അഥവാ നഷ്ടപരിഹാരം കൊടുക്കണം. പക്ഷെ കൊലയിൽ നിന്ന് ഈ വ്യക്തി മോചിപ്പിക്കപ്പെട്ടു. 2, കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കണം. ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അവരുടെ എല്ലാ ശിക്ഷ വിധിച്ചു. ഇനി ആ ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് പ്രായപൂർത്തിയായ മകനുണ്ടെന്ന് കൂട്ടിക്കും. ആ പ്രായപൂർത്തിയാക്കാത്ത മകൻ പ്രായപൂർത്തിയാകണം. എന്നിട്ട് അവനെ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് അവൻ മാപ്പ് നൽകുകയാണെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്തു? കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇസ്ലാം കാടത്തമാണ്. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം കാടനാണ് എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഈ ശിക്ഷ നിയമങ്ങൾ കൃത്യമായി പഠിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, തീരുന്ന വിഷയമുള്ളൂ. പ്രായപൂർത്തിയായ മകനുണ്ടെങ്കിൽ ആ പയ്യൻ പ്രായപൂർത്തിയായി വന്നിട്ട്
മാപ്പ് കൊടുത്താലും ഈ വ്യക്തി കൊലയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, ഒരു സംഘം ചേർന്നാണ് ഒരാളെ കൊന്നതെങ്കിൽ മുഴുവൻ ആളുകൾക്ക് എതിരിൽ പ്രതികാര നടപടി എടുക്കണമെന്ന് ഇസ്ലാം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 5-6 ആളുകൾ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തി. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഈ ഒരു കൊലപാതകത്തിൽ 1000 മുഴുവൻ ആളുകളും ഒന്നിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ ആളുകൾക്കുമെതിരിൽ ഞാൻ പ്രതികാര നടപടി എടുക്കുമായിരുന്നു എന്നാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മുഴുവൻ 1000 ആളുകളെയും ഞാൻ വധിക്കുമായിരുന്നു എന്ന്. അപ്പോ ഒരു കൊലപാതകത്തിൽ എത്ര ആളുകൾ പങ്കുണ്ടോ എല്ലാവർക്കും തുല്യ ശിക്ഷ, എല്ലാവർക്കുമെതിരെ പ്രതികാര നടപടി എടുക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മനസ്സിലാക്കുക, പ്രതികാര നടപടി കാടത്തമല്ല, ആശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലക്കും ബിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. ബുദ്ധിമാന്മാരെ, അങ്ങനെ തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി എത്രേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 179-ാമത്തെ വചനം. ബുദ്ധിയുള്ളവരെ, നിങ്ങൾ ആലോചിക്കുക, തുല്യ ശിക്ഷ നൽകുന്നതിലാണ് ഈ ദുനിയാവിന്റെ നിലനിൽപ്പ്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും കൃത്യമായി പഠിച്ച് ആ രൂപത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.